ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഒന്ന് 10:46 കേട്ടോ വർക്കിന് ഇറങ്ങുന്ന സമയം. ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ട് വന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി മൂവിങ്ങിലാണ്. 10:47 ആയിട്ടുണ്ട്. ഊബറും റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിണ്ടാവും ഓണാക്കിയിട്ട്. ഞാൻ 10 മണിക്കൊന്ന് ഓണാക്കിയതാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഫുഡ് കഴിക്കാൻ ഒന്നുകൂടി നിർത്തേണ്ടി വരും. അപ്പോൾ അവിടെ റൂമിൽ ഒരു നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടപ്പോൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും നിർത്തണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത്താണി കൂടി ഇങ്ങനെ മുണ്ടന്മാരം പോയി ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മളെ കൊല്ലംകുടി മുകൾ പോവാം. അപ്പോൾ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇടുന്നിടത്ത് വേറെ വണ്ടി കൊടുത്തിട്ടേ. ഇപ്പോൾ കറക്റ്റ് ഒരു സേഫ് അല്ല, എന്നാലും സേഫ് തന്നെയാണ്. ഇത് കൂടി വല്ലാണ്ട് വണ്ടി ചാരി വരില്ല. അവിടെയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ടോട്ടൽ ഓടിയത് 145 കിലോമീറ്റർ ആട്ടോ. ബിയിൽ ഓടിയത്. CNG ഒരു 5 ഘട്ടം ഉണ്ട്. അതിമൊന്ന് ഓടണം. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നിർത്തും. അപ്പോൾ പിന്നെ CNG ഇത് മതി. CNG ചിലപ്പോഴേ നടിക്കുള്ളൂ. ഈ വണ്ടി ചിലപ്പോൾ അപ്പുറത്തെ വേക്കിലൊരു ഓട്ടോറിക്ഷ വന്ന് നടക്കുന്നുണ്ട്. നമ്മൾ ലോക്കായിപ്പോൾ ഈ ഫ്ലാറ്റിക്കൊക്കെ വന്നതായിരിക്കും. ഇതിനുള്ളിലൊന്നും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഗസ്റ്റ് ആൾ ഇവിടെയൊക്കെ കയറി നിർത്തിണ്ടാവുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അമരു ടവറിയെ വാക്യം വായിക്കുന്നില്ല, എന്താ കോപ്പർ ഹിൽസോ. അപ്പോൾ 10:57 പെട്ടെന്ന് തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ മാച്ചാണ് ഇപ്പോൾ വരുന്നത്. ആദ്യത്തെ കിട്ടിയില്ല നമുക്ക്. ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് 5 കിലോമീറ്റർ കേട്ടോ ഡ്രോപ്പ്. അപ്പോൾ ഇവിടെ നല്ല സ്ഥലം കേട്ടോ. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് അടിക്കുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. രാവിലെ സമയങ്ങളിലാണെങ്കിൽ മുണ്ടമ്പാലം പോയിട്ട് 10 മിനിറ്റ് 20 മിനിറ്റ് ഇരുന്നിട്ട് ഇങ്ങോട്ട് വരണ്ടേ. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. ചെറിയ ദൂരം ഉള്ളൂ. 250 മീറ്റർ ഉള്ളൂ അമലുവിനെ പിക്ക് ചെയ്യാൻ. ഇതിൽ കൂടി കേട്ടോ നമ്മളെ സ്ട്രൈറ്റ് പോയിട്ട് റൈറ്റ്. അപ്പോൾ നമ്മൾ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ടവർ എ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ടവർ എൻ്റെ ഫ്രണ്ടിലുണ്ട്. പക്ഷെ നമുക്ക് ബാക്കോട്ടാണ് പോകേണ്ടത്. അവിടെ വണ്ടി ഒടിച്ച് നിർത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. നമുക്കിപ്പോൾ ഒരു 287 രൂപയുടെ റാപ്പിഡോ അടിച്ച് പോയി. എടുക്കാൻ പറ്റിയില്ല. ഈ ചെങ്ങായിനെ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ വീണ്ടും ഒരു ഹലോ എന്നിട്ട് അപ്പോൾ റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല. ഈ റാപ്പിഡോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഊബറിൽ ഏതെങ്കിലും ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ട്രിപ്പ് വരും. ഇതെങ്ങനെ അവർ അറിയണേന്നാവും. അപ്പോൾ നമ്മളിങ്ങനെ ടവർ ചെയ്യാൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് വരുന്നത്. ഈ ചെങ്ങായി നമ്മളെ അക്കൗണ്ട് പൂട്ടിക്കും. ഞാനേ ഇവിടെ എവിടെയും അല്ലണ്ടക. ഞാൻ റോഷോഡ് ഗേറ്റ് അവിടെ ഉണ്ട്. അത് എവിടെ വെച്ചാൽ അപ്പോൾ ഞാൻ ഫോൺ നമ്പർ അയച്ചേക്കണേ. ഫോൺ നമ്പർ ഇതിൽ ഷെയർ ചെയ്യാൻ പാടില്ല. അതാണ്ടോ നമ്മൾ പേഴ്സണൽ ട്രിപ്പ് ആക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലോക്കിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പോവാം. എന്നാലും ആ വെയിറ്റിങ്ങിൻ്റെ പൈസയും കയറിക്കോളും. അല്ലാതെ വേറെ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കുമ്പോൾ എത്ര സമയമായി? മറ്റേ സമയം കഴിഞ്ഞ് അടുത്ത സമയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതും പാടെ കഴിഞ്ഞ് നമുക്ക് പൈസ വരും. അത് കഴിഞ്ഞിട്ട് അവനെ വിളിക്കാം. അല്ല ഓന് ഇതിവിടെ ബ്ലോക്ക് വരെ കറക്റ്റ് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് നമ്മളിവിടെ ഇത്ര അടുത്ത് അങ്ങോട്ടൊക്കെ കറക്റ്റ് ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ ഫ്ലൈറ്റ് എവിടെയൊക്കെ കേൾക്കാം. അല്ല വേറെ ഏതോ റോഷോ ഗേറ്റോ അങ്ങനെ എന്തോ പറഞ്ഞോ. നമ്മളെ പൈസ വന്നിക്കണോണ്ടോ 6 രൂപ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ടോ. 2 കസ്റ്റമർ ഉണ്ടോ എൻ്റെ വണ്ടീൻ്റെ അടുക്ക് ഇങ്ങനെ വന്നു. വണ്ടി നമ്പർ ഇങ്ങനെ നോക്കി. ഞാൻ കരുതി ഞോലേറ്റാണ് എഴുതി. അപ്പോൾ ഓലെ വണ്ടി നമ്പർ ഇതല്ല. അപ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ ഒരു എർട്ടിക വന്നത്. അപ്പോൾ എന്താണെന്നോ ഊബർഗോക്കെ വിളിച്ചതായിക്കാരം. അതേക്കാരം നമ്മളെ വണ്ടി നമുക്ക് ആദ്യം നോക്കിണ്ടാവുക. ഊബർഗോ വിളിച്ചപ്പോൾ എർട്ടിക കിട്ടിയിക്കാണ്. നല്ല സമ്മാനം കിട്ടിക്കണം അവർക്ക്. അത് എനിക്കറിയില്ലല്ലോ. ഈ ഫ്ലാറ്റ് അറിയെങ്കിൽ ഈ കോപ്പർ ഹിൽസ് ഫ്ലാറ്റ് അറിയോ? ഇതിലിപ്പോ ലൊക്കേഷൻ കിടക്കുന്ന ഫ്ലാറ്റ്. ഞാനിപ്പോ ഇതിനകത്ത് ബ്ലോക്കാണ് കാണിക്കുന്നത്. അവിടെ ഉണ്ട്. കോപ്പർ ഹിൽസ് ഫ്ലാറ്റ് ഏതാ? ഫ്ലാറ്റ് ആണ്. ഞാൻ അകത്തുണ്ട് ഫ്ലാറ്റിനകത്ത്. നിങ്ങള് ഫ്ലാറ്റിന് പുറത്താ? ഫ്ലാറ്റിന്റെ പുറത്ത് റോഡ് സൈഡിൽ. ഓക്കെ. ഇതായിരുന്നു നമ്മളെ കസ്റ്റമർ. അങ്ങനെ അവരെ ഡ്രോപ്പ് ചെയ്തല്ലോ. ലുലുമാളിലാണ് ഡ്രോപ്പ് ചെയ്തത് രാവിലെ തന്നെ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് നമ്മളെ റാപ്പിഡോന്റെ നല്ലൊരു ട്രിപ്പ് മിസ്സായി നമുക്ക്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ രാവിലെ ഇപ്പോൾ ലുലുമാളിൽ നിന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവാ. പുറത്തിറങ്ങാം. നമ്മൾ പറഞ്ഞ് ജസ്റ്റ് യൂട്ടേൺ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു GCGയോ അങ്ങനെ എന്തോ ഒരു കസ്റ്റമർ ലുലുമാളിൽ നിന്ന് അടിച്ചിട്ടുള്ളത്. വിളിച്ചോട്ടെ, ആളെ വിളിച്ചോട്ടെ. ഇതെന്തൊരു ഭാഗ്യമായി നമുക്ക്. ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമുക്കൊരു 40 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട്. 200 രൂപയാണ് ഇട്ടിട്ടുള്ളത് ആള് അക്കൗണ്ടിൽ ഇട്ട്. അപ്പോൾ 160 രൂപയാണ് ക്യാഷ് കളക്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ആൾക്ക് കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പാടെ എടുക്കാൻ സഹായിച്ചു. അപ്പോൾ ആദ്യം ഒരു ലോഡ് ഇവിടെ തൂണിൻ്റെ അടിയിൽ വെച്ചു. പിന്നെ ഒരു ലോഡ് അയാൾ എടുത്തിട്ട് നേരെ ഉള്ളിലേക്കാണ് പോയി. അപ്പൊ അങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോയപ്പോഴേ പൈസ തരാനുള്ള കാര്യം മറന്നിക്കണു. അപ്പൊ എന്നോട് ഇവിടുത്തെ റിസപ്ഷനത്തെ ആള് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല പേയ്മെന്റ് പറഞ്ഞു. ഓക്കെ.
അപ്പോൾ ആളവിടെ പോയി പറഞ്ഞോക്കണോന്നു. അപ്പോൾ ആള് പറഞ്ഞു അയ്യോ സോറി കേട്ടോ ഞാൻ അറിയാണ്ട് പോയതാണ്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല സാധനങ്ങൾ ഉണ്ടായപ്പോൾ ഇപ്പം മറന്നതേക്കരെന്നാണ്. അപ്പോൾ ഞാൻ എന്താ 200 ഇട്ടിട്ടുണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് പറഞ്ഞു. ആകെ 1 മിനിറ്റ് പോലും ആയിട്ടില്ല വെയിറ്റ് ചെയ്ത്. ആള് ജസ്റ്റ് ലഗേജ് സാധനം എടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് കയറിപ്പോയി, അത്രേ ഉള്ളൂ. നമ്മളൊന്ന് മറന്നു. ആ മറന്നതിന് ഒരു 40 ഉറുപ്പിക ടിപ്പായിട്ട് കിട്ടി. അതുകൊണ്ട് അതേതായാലും നന്നായി. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ആയത് 253 രൂപ കേട്ടായത് 2 ട്രിപ്പ്. ഇതിപ്പോൾ നമ്മളെ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെയാണ് ഉള്ളത്. ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് കുറച്ച് സമയം എടുത്തു, 14 മിനിറ്റ് എടുത്തതുണ്ടോ. ആകെ 2.95 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ 14 മിനിറ്റ് എടുത്തു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു എടപ്പള്ളി പള്ളിൻ്റെ അവിടെ. എന്തോ റോഡ് പണി എന്തോ ഉണ്ട് തോന്നുന്നു. എന്താ സംഭവം കിട്ടിയില്ല. നമ്മളതിൻ്റെ മുമ്പേ ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്നതുകൊണ്ട് ബ്ലോക്കിൻ്റെ ഉടവിറം എവിടെയെന്ന് കാണാൻ പറ്റിയില്ല. ഹലോ, അപ്പോൾ സമയം 2:24 നമ്മൾ അതിനുശേഷം ഒരു 3 ട്രിപ്പും കൂടി ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഫോറം മാളിൻ്റെ അവിടെയാണ് ഉള്ളത്. ഫോറം മാള് നമ്മളെ ഇതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലാട്ടോ. ഫോറം മാൾക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഡ്രോപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു റാപ്പിഡോയിലും ട്രിപ്പ് അടിച്ചു, ഊബറിലും അടിച്ച്. പക്ഷേ രണ്ടും കിട്ടിയില്ല. റാപ്പിഡോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. കാരണം അത് 6 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫോറം മാൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അടിയിൽ കൂടി യൂട്ടേൺ അടിച്ച് വന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വീട്ടിലെ ഊണുണ്ട്, അവിടുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഓഫാക്കിയിട്ട് ചെറിയൊരു തലവേദന ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓടണുള്ളൂ. ഈ റോഡിന് പോയിട്ടാട്ടോ നമ്മളെ വീട്ടിലെ ഊണുള്ളത്. ഇവിടെ ഒരു ഹൈലൈറ്റിൻ്റെ ഒരു കമ്പനി ഉണ്ട്, ഒരു IT കമ്പനി ഉണ്ട്. ആ IT കമ്പനീൻ്റെ അടുത്താണിത്. അവിടെ വീട്ടിലെ ഊണ് നെയ്തിയുണ്ട്, ഹോംലി ഫുഡ് ബോർഡ് ഉണ്ടോ. ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരു പെരുമ്പിള്ളിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 14 കിലോമീറ്റർ, 300 സംതിങ് തോന്നുന്നുണ്ട്. അമ്പിളി അത് പോടുന്ന പിക്കപ്പ് മദർ തെരേസ ലൈനാണല്ലോ. 1.6 കിലോമീറ്റർ പിക്കപ്പ്. അപ്പോൾ മുമ്പാടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. അതാകുമ്പോൾ എന്താണെന്നോ കുറച്ച് ഉള്ളേരിയയിലായിരിക്കും. അപ്പോൾ നല്ല ഹോട്ടലുകളുണ്ടാവും, നല്ല തണുപ്പുള്ള ഏരിയയിൽ നിന്ന് നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ പോയിട്ട് ആളെ പിക്ക് ചെയ്യട്ടെ കേട്ടോ. സ്ട്രൈറ്റ് ഒരു വഴി കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ സ്ട്രൈറ്റ് ഒരു വഴി ഉണ്ട്. ഹലോ ഹലോ, അതെ എവിടെ എത്തിയിട്ടുണ്ട്? നമ്മളെ ഇന്റർസിറ്റി ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് നമ്മളെ പെരുമ്പള്ളിക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അത് മുളന്തുരുത്തിയിൽ നിന്ന് 2 കിലോമീറ്ററും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് 326 രൂപ കേട്ടോ. 12 കിലോമീറ്റർ പോന്നിട്ടുള്ളൂ. ഇന്റർസിറ്റി ആയതുകൊണ്ട് നല്ല റേറ്റ് ഉണ്ട്. 29 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തി. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഇവിടുന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓടിക്കാൻ പറ്റിയ സ്പേസ് കണ്ടപ്പോൾ വണ്ടി ഓടിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ റൈറ്റ് സൈഡിലൊരു വീട്ടിലെ ഊണുണ്ട്, അവിടെ പോയിട്ട് ഊണ് കഴിക്കാം. അതൊരു വീടാണ്. അവിടെ കണ്ടിട്ടൊരു മെനയില്ല, ബോർഡൊക്കെ ഉണ്ട്. ഇപ്പോൾ വർക്കിംഗ് ആണോ എന്താ അറിയില്ല, നോക്കി നോക്കട്ടെ. ഈ സ്കൂൾക്കാട്ടോ നമ്മൾ ഡ്രോപ്പ് ചെയ്ത്. ഇതിൻ്റെ മേലൊരു സ്കൂളുണ്ട്, അവിടേക്കാണ് ഡ്രോപ്പ് ചെയ്തത്. ഒരു അമ്മയും കുട്ടിയായിരുന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഹോട്ടല്. അത് വർക്കിംഗ് തന്നെയാണ്, വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഹോട്ടൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു വീട്ടിലെ ഊണ് എഴുതിയല്ലോ, അതല്ല. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണ്. ലൈറ്റ് ഉണ്ട്, ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ടൊരു ഊണും നല്ല മീൻ ഫ്രൈയും കഴിക്കാം. വണ്ടി പാർക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞ് നല്ല ചോറും കരിമീനും കിട്ടി. അത് വേറെ രസമുണ്ട്. ഊണിന് 70 രൂപയാണ്. നല്ല ഊണാട്ടോ, ഊണും കറികളൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഊണിന് 70 രൂപയാണ്. അപ്പോൾ ഞാൻ മീനുണ്ട് ചോദിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു ചെറിയൊരു കരിമീനുണ്ട് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല എടുത്തു പറഞ്ഞു. അപ്പോൾ എടുത്ത് കഴിച്ച്. അപ്പോൾ എൻ്റെ മുമ്പ് ഒരാൾ ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആൾ ഊണ് മാത്രമേ കഴിച്ചേക്കണേ. അപ്പോൾ 70 രൂപ എന്ന് പറയണത് കേട്ടിന് ഞാൻ. അപ്പോൾ എന്നോട് 70 പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ ചെറിയ കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, ചെറുതായോണ്ടേക്കിരുന്നത്. പക്ഷെ നല്ല മീനായിരുന്നു. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് 70 രൂപ കൊടുത്തിട്ട് വണ്ടിക്ക് ഇങ്ങനെ കയറാൻ നിൽക്കണ്ട. അപ്പോൾ ബാക്കിൽ ഒരാൾ. അപ്പോൾ ഒരു മീനും പാടെ ഉണ്ടല്ലേ. ആൾ പറയാ ഒരു 50 കൂടി തന്നാളാ, മീനിൻ്റെ കാര്യം ഞാൻ മറന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതിയത് ഫ്രീ ആണെന്ന്. നല്ല മീനാട്ടോ, മീനും ചോറൊക്കെ രസമുണ്ട്. അപ്പോൾ 120 ആയിട്ടുള്ളൂ, നല്ല കരിമീൻ. അപ്പോൾ ചോറ്, അപ്പോൾ മീനിന് എത്ര 50 ഉറുപ്പ്യ. അതെ, അയാൾക്ക് രാത്രിക്കൊക്കെ എടുത്ത് വെച്ചാൽ അത്ര. ചെറിയൊരു ഹോട്ടലാണ്, ഹോട്ടലെന്ന് പറയാൻ വെച്ചാൽ ചെറിയൊരു ഒരു ടേബിള് അത്രേ ഉള്ളൂ. പക്ഷേ ഊണൊക്കെ നല്ല രസമുണ്ട്. ഊണ് പിന്നെ കറികളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കറിക്കൊക്കെ. മീനും നല്ല രസമുണ്ട്. ഏതായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞു. 120 ഉറുപ്പ്യക്കില്ല ഫുഡ് അതിലുണ്ട്. അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനത് രാത്രിക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ മീൻ. അതാണ് നമ്മളോട് പറയുമ്പോൾ തന്നെ ചെറിയൊരു കരിമീൻ ഉണ്ടായിരുന്നത്.
അത് രാത്രിക്കൊക്കെ എടുത്ത് വെച്ചതാണ്. നമ്മളിപ്പോഴേ പാലാരോട്ടത്താട്ടുള്ളത്. പാലാരോട്ടം ഹോണ്ടൻ്റെ ഷോറൂമിലേക്കായിരുന്നു ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമുക്ക് അവിടുന്ന് മുളന്തുരുത്തിയിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 283 രൂപയുടെ ട്രിപ്പ്. അത് 18 കിലോമീറ്റർ ആട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. 447 ടോട്ടൽ ഉണ്ടായിരുന്നത്. 283 നമുക്ക് കിട്ടി. അതിലെത്ര കമ്മീഷൻ എത്ര പോയത്? 163 രൂപ കമ്മീഷൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CNG ഒരു പുള്ളിയായിട്ട് ഇപ്പോൾ ഒരു 4 കിലോമീറ്ററോളം പോന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും വേഗം ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറന്നിക്കാണ്. ഞാൻ പോരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം ചെയ്തിന്. പിന്നെ ഇന്ന് വല്ലാണ്ട് ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ടേ വലിയ കുഴപ്പമില്ല. എന്നാൽ ആർക്കും ഓട്ടമല്ല. 1400 രൂപ ഓടിയിട്ടുള്ളൂ 7 ട്രിപ്പിൽ. ഇന്ന് ഓട്ടമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ശനിയാഴ്ചയാണ് ഇന്ന്. നമ്മൾ ഇനി പാലത്തിൻ്റെ അടിയിൽ അവിടെ യൂട്ടൺ അടിച്ചിട്ട് അതിൽ കൂടി അങ്ങനെ പോകണം. എടപ്പള്ളിക്കാട്ടോ പോകണം CNG അടിക്കാൻ. ഇവിടുന്ന് നേരെ പോയാൽ നമ്മൾ ചക്കരപ്പറമ്പ് എത്തും. അവിടെ ഞാൻ പോകണില്ല. നമുക്ക് എടപ്പള്ളി പോയിട്ട് CNG അടിക്കാം. എടപ്പള്ളി മൊത്തം ബ്ലോക്കാട്ടോ. ഇങ്ങോട്ട് പോകുന്നത് നഷ്ടമായി എന്നാണ് തോന്നുന്നത്. സൈഡിൽ കൂടി മൊത്തം ബൈക്കുകൾ ഇങ്ങനെ കുത്തിത്തിരികെ വന്നിട്ടേ വേക്കത്തെ വണ്ടി എല്ലാവരും കാറിൻ്റെ ആൾക്കാരൊക്കെ ലെഫ്റ്റ് കണ്ണടിക്കാൻ നോക്കണത്. ആരേലും വന്ന് തട്ടുണ്ടോ നോക്കാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിങ്ങനെ പോയി ആരേലും തട്ടുന്ന ഒരൊറ്റ പോക്കെ ആരും നിർത്തൂല. അതാ പ്രശ്നം. വണ്ടി ഇപ്പം മൊത്തം പെയിൻ്റ് അടിച്ച് മിററൊക്കെ മാറ്റി കുട്ടപ്പനായിട്ടുണ്ടെങ്കിൽ ഇതിമ്പോൾ ഓരോ വിര വിൽക്കുമ്പോഴാണ് ഓരോ പ്രശ്നം. ഇങ്ങനത്തെ ഓരോ വരെയും വീഴ്ത്തിയിട്ട് ഒറ്റ പോക്കെ കയറും. എടപ്പള്ളിയിൽ CNG ഇല്ല. എടപ്പള്ളിയിൽ എന്തോ പമ്പ് എന്തോ കംപ്ലൈൻറ്റ് എന്തോ തോന്നണേ. അപ്പോൾ ഇപ്പോൾ മൂസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇന്നലെ മുതൽ എടപ്പള്ളിയിൽ CNG ഇല്ല എന്നാണ് അവൻ പറയണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോന്നപ്പോൾ നോക്കി. നമ്മൾ റൈറ്റ് സൈഡിലായിരുന്നു പമ്പ്. കഴിഞ്ഞ് പോന്നു. അപ്പോൾ അവിടെ എന്തോ കയറൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അവിടെ CNG അടിക്കണില്ല ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി ഓൻ്റെ റൂം ഇവിടെയാണ്. നമ്മളെ ജിഞ്ചർ ഹോട്ടലാണ് കാണുന്നത്, യെല്ലോ കളർ. അതിൻ്റെയൊക്കെ കുറച്ചുകൂടി ഫ്രണ്ടിലാണ് അവൻ്റെ റൂമുള്ളത്. അപ്പോൾ അവൻ പുതിയ റൂമൊക്കെ മാറിയിരിക്കണം. അപ്പോൾ അവൻ്റെ റൂമൊക്കെ ഒന്ന് കാണട്ടെ. അത് ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്താ അറിയില്ല. ഈവനിങ് ഈ സമയമായപ്പോഴത്തേന് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട്. സമയം 5:25 ആട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഓഫ്ലൈൻ ആക്കാം. നമ്മളിപ്പോൾ പാലാരോട്ടത്തിൽ നിന്ന് ഓഫ്ലൈൻ ആക്കിയതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ CNG അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ കുറച്ചപ്പത്തിന് ബ്ലോക്കൊക്കെ ഒന്ന് ആറിക്കോട്ടെ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം. ആരപ്പത്ത് മൂസിന് ഇതാ പുതിയ വീട്. ഏതാ വീട് ഇങ്ങോട്ട് നോക്കാണി. മൂസിൻ്റെ വണ്ടിയാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ മൂസിൻ്റെ വണ്ടി കാണും. ഡിസയർ 52 V34 36. പണി നിർത്തിയോ? എത്ര റുപ്യക്ക് ഓടി? 3000 റുപ്യക്ക് ഞാൻ ചെയ്തോ? ഊബർ ഓടിയിട്ട് മെച്ചമുണ്ടോ സർ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ. നമ്മൾ ഇനി ഓടുന്നില്ല. സമയം 8:15 ആയിട്ടുണ്ട്. നമ്മൾ CNG അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ HMT കളമശ്ശേരിത്തെ പമ്പിൽ നിന്നാണ് CNG അടിക്കണത്. ഞാൻ ഫുഡും വാങ്ങിയിട്ടേ നേരെ റൂമിലേക്ക് പോവാണ്. ഇപ്പോഴാണ് മൂസിൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മളെ CNG മിന്നിക്കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പോൾ എന്തായാലും ഇപ്പം ഇനി റൂമിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ കഴിയും. പിന്നെ നാളെ ചിലപ്പോൾ ഓടുള്ളൂ. ഞായറാഴ്ചയാണ്. അപ്പോൾ എന്തായാലും അടിച്ചിട്ട് കൊണ്ടുപോയിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പെട്രോൾ ഓടേണ്ടി വരും. പെട്രോൾ ഒരു കട്ടയാണ്. ഇതുവരെ മിന്നിക്കളിക്കായിരുന്നു. ഇപ്പോൾ ഒരു കട്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോയിട്ട് CNG അടിക്കട്ടെ. കറക്റ്റ് നമ്മൾ CNG പമ്പ് എത്തിയ ഉടനെ നമ്മളെ CNG കഴിഞ്ഞ്. ഇപ്പോൾ നമ്മൾ CNGക്ക് വീണ്ടും മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ CNGയിൽ നമ്മൾ ഓടിയത് 354 കിലോമീറ്റർ ഓടിയോ. അത് ഏതായാലും 0 ആക്കാൻ മറന്നിട്ടുണ്ടാവും. പിന്നെ ഒരു 50 അന്നേരം കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാറി കൊടുന്നു. പിന്നെ അയാൾ ആദ്യമായിട്ടാണ് എന്നോട് ₹1 പിന്നെ തന്നാൽ മതിയായിരുന്നു ഒരു CNG അടിച്ചിട്ട്. മറ്റേത് കറക്റ്റ് അതുപോലെ വാങ്ങല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ റൗണ്ടാക്കിയിട്ട് നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. ഇതിപ്പോൾ ₹1 പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് പോവാം. 711 രൂപ കേട്ടോ CNGക്ക് ആയത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം.